പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ദിവസം നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണെന്ന് എത്ര പേർ തിരിച്ചറിയും? നിങ്ങൾ ഇന്നത്തെ ദിവസം ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആകട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ബൈബിൾ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടല്ല ദൈവം വരുന്നത്, നിങ്ങളുടെ ലെവൽ ഓഫ് പ്രയർ നോക്കിയിട്ടല്ല ദൈവം വരുന്നത്. ദൈവം തന്റെ പവറിനനുസരിച്ചാണ് ദൈവം വാക്കുകൾ പറയാറുള്ളത്. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും, ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അതിനെ നോക്കിയിട്ടാണ് ദൈവം വാക്ക് പറയാറുള്ളത്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് എന്നെ നിങ്ങളെ നോക്കിയിട്ടല്ല പറയുന്നത്, ദൈവം തന്നെ നോക്കിയിട്ടായിരിക്കും ആ വാക്ക് പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ എത്രത്തോളം വീക്കാണെന്നും എത്രത്തോളം ബലമുള്ളതാണെന്നും നിങ്ങൾ എത്ര കഴിവുള്ളതാണെന്നും എത്ര കുറവുള്ളവരാണെന്നും ദൈവം അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൈവം നിന്നെ നോക്കി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്താനുള്ള ശേഷി ദൈവത്തിനുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലൂടെ നിങ്ങൾ പോയാലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ സമയങ്ങളിൽ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എവിടെയെല്ലാം ആയിരുന്നാലും ദൈവത്തിന്റെ അതിപരിശുദ്ധ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വീടിനകത്ത് ആ സാന്നിധ്യമുണ്ട്, നിങ്ങളുടെ മക്കളുടെ കൂടെ ആ സാന്നിധ്യമുണ്ട്, നിങ്ങളുടെ സാഹചര്യത്തിനകത്ത് ആ സാന്നിധ്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ സാഹചര്യത്തിനകത്ത്, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങൾ പരാജയമില്ല. ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമോ, കൊടുങ്കാറ്റ് പോലും നിങ്ങൾക്ക് അനുകൂലമായ കാറ്റായി തീരും. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികൂലം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അസാധാരണമായവ സാധാരണം എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവഭക്തന്മാരെ എല്ലാ മനുഷ്യരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരൊരിക്കലും ദൈവിക അനുഗ്രഹങ്ങളുടെ പുറകെ അല്ലായിരുന്നു, അവർ ദൈവ സാന്നിധ്യത്തിന്റെ പുറകെയായിരുന്നു. തിരുവചനത്തിനകത്ത് സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുന്നത്, ദൈവമായ കർത്താവേ, നീർച്ചാൽ തേടുന്ന മാൻപേട് എന്നതുപോലെ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. അദ്ദേഹം വേറൊരു സങ്കീർത്തനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, എന്റെ ആഗ്രഹം വേറെ ഒന്നുമല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, അങ്ങയുടെ ആലയത്തിൽ വസിക്കണം. 1000 വർഷം ഈ ഭൂമിയിൽ വാഴുന്നതിനേക്കാളും ഒരു ദിവസം അങ്ങയുടെ ആലയത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സാന്നിധ്യത്തെ തിരക്കി നടക്കുവാൻ ദൈവം ചിലരെ ഇന്ന് വിളിക്കുന്നു. ദൈവ സാന്നിധ്യത്തിന് മുൻതൂക്കം കൊടുത്ത് ജീവിക്കുവാൻ ദൈവം ചിലരെ ഈ സമയങ്ങളിൽ ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ. തിരുവചനം പറയുന്നത്, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്ന് യേശുവിനെ പറ്റി പറയുന്നതാണ്. അങ്ങനെയാണ് ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ. ദൈവം മനുഷ്യനായി നമ്മോട് കൂടെ ഇറങ്ങി വന്നത് യേശു ആണെങ്കിൽ ഇന്ന് ആ യേശു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവിൻ, ഭയപ്പെടേണ്ട, ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്.